നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കൊടുങ്ങല്ലൂർ സെന്റർ പ്രതിമാസ അവലോകന യോഗം നാളെ 4 മണിക്ക് പുനർജനി ഹാളിൽ ചേരും. യോഗത്തിൽ ഈയിടെ നിര്യാതനായ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർ എടമുക്ക് ഹമീദ് അനുസ്മരണവും നടത്തും. എല്ലാ കൗൺസിൽ അംഗങ്ങളും കൃത്യസമയത്ത് യോഗത്തിൽ പങ്കെടുക്കണമെന്ന് സെക്രട്ടറി CS തിലകൻ അറിയിച്ചു. പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായി കൊരട്ടി ലയൺസ് ക്ലബ് ആൽഫ ചാലക്കുടി സെന്ററിന് വിവിധ രോഗി പരിചരണ ഉപകരണങ്ങൾ കൈമാറി. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ബേബി കല്ലൂക്കാരൻ, സെക്രട്ടറി സെബാസ്റ്റ്യൻ ജോർജ്, ട്രഷറർ ഡെന്നി MJ എന്നിവരിൽ നിന്ന് സെന്റർ പ്രസിഡന്റ് പൗലോസ്, സെക്രട്ടറി ഉഷാദേവി, ട്രഷറർ ലീല പൗലോസ്, ഹോം കെയർ കോർഡിനേറ്റർ ലിജി ഷെല്ലി എന്നിവർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. കൊല്ലം TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആരുഷ് ക്ലബ് ഉദ്ഘാടനവും വാക്കത്തോണിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. ആൽഫ കൊല്ലം സെന്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങൾ മെമന്റോ കോളേജ് പ്രിൻസിപ്പലിന് നൽകി ക്ലബ് ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി ബിന്ദു സാജൻ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അക്ഷയ് ബാബു, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർമാരായ അമൽഗി വർഗീസ്, ഗൗരി സ്വപ്ന, NSS കോർഡിനേറ്റർമാരായ സുൽഫിയ, റോഷൻ എന്നിവർ നേതൃത്വം നൽകി. ഏറ്റുമാനൂർ SKV ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരുഷ് ക്ലബ് ഉദ്ഘാടനം NSS കോർഡിനേറ്റർ രഞ്ജിനി നിർവഹിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ജില്ലാ കോർഡിനേറ്റർ അനിൽ മോഹൻ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ അശ്വിൻ ചിറയിൽ എന്നിവർ ക്ലാസ് നയിച്ചു. സ്റ്റുഡന്റ് കോർഡിനേറ്റർ അശ്വിൻ നന്ദി പറഞ്ഞു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരുഷ് ക്ലബ് ഉദ്ഘാടനം നടത്തി. കമ്മ്യൂണിറ്റി വെൽഫെയർ ജില്ലാ കോർഡിനേറ്റർ അക്ഷയ് ബാബു, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർമാരായ കീർത്തി കൃഷ്ണനും ഗൗരി കൃഷ്ണൻ, സ്കൂൾ NSS ഇൻചാർജ് ബിന്ദു ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. എടമുട്ടം ആശിഷ് കെയർ ഹോമിൽ ഉച്ചഭക്ഷണം നൽകാൻ വിവിധ വ്യക്തികളെത്തി. ആൽഫ ഗവേണിംഗ് കൗൺസിൽ അംഗവും കൊച്ചി സെന്റർ ഭാരവാഹിയുമായ ഇടപ്പള്ളി സ്വദേശിനി ഡോക്ടർ TP ജമീല, ഈയിടെ നിര്യാതനായ അന്തിക്കാട് സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ അന്തിക്കാട് മാട്ടുമ്മൽ ചന്ദ്രന്റെ കുടുംബം, മകന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട സ്വദേശിനി ദീപ, ചന്ദ്രാപിന്നി ചാമക്കാല ചെറുവട്ടത്ത് അബൂബക്കർ എന്നിവർ വിവിധ ദിവസങ്ങളിൽ ഉച്ചഭക്ഷണം നൽകി. ആൽഫ എടത്തിരുത്തി ലിങ്ക് സെന്ററിന്റെ ഹോം കെയർ ഉപയോഗത്തിനായി മൊബൈൽ ഫോൺ സംഭാവനയായി ലഭിച്ചു. ഷാർജയിലെ വിജയ ജ്വല്ലറി ഉടമ വിളമ്പത്ത് നാരായണന്റെ ഭാര്യ ശ്രീമതിയാണ് കുറച്ചുനാളായി പ്രവർത്തനരഹിതമായ ഫോണിനു പകരമായി പുതിയ ഫോൺ നൽകിയത്. ലിങ്ക് സെന്റർ പ്രസിഡന്റ് പ്രതാപൻ മേനോ, വൈസ് പ്രസിഡന്റ് സുഭദ്ര ശശിധരൻ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് ഫോൺ ഏറ്റുവാങ്ങി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.